നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചു മരിച്ച മനുഷ്യർ, അവരുടെ ലോകം, അവരുടെ ജീവിതം, അവരുടെ കഥകൾ എല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കലങ്ങ് മാഞ്ഞുപോയി. എന്നിട്ടും ആ നഷ്ടപ്പെട്ടുപോയ ലോകത്തെപ്പറ്റി നമുക്ക് ഇന്നെങ്ങനെ അറിയാം? ഒന്നുമില്ലായ്മയിൽ നിന്ന് ചരിത്രം എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത്? വാ, നമുക്ക് ഒരുമിച്ച് ആ രഹസ്യം തേടിപ്പോകാം. നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത് അവിശ്വസനീയമായ ഒരു കാര്യത്തിൽ നിന്നാണ്. 2000 വർഷം മുൻപ് യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി റോമൻ കപ്പലുകൾ നമ്മുടെ കേരള തീരത്ത് എത്തുകയാണ്. ഇത് വെറുമൊരു കച്ചവടത്തിന്റെ കഥ മാത്രമല്ല കേട്ടോ. പുരാതന ലോകം എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണിത്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം അല്ലേ? കെട്ടിടങ്ങളോ പുസ്തകങ്ങളോ ഒന്നും കാര്യമായില്ലാത്തൊരു കാലത്തെപ്പറ്റി നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ശരിക്കും ഇതൊരു ചരിത്രാന്വേഷണം എന്നതിനേക്കാൾ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓരോ തുമ്പുകളായിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ശരി, നമ്മുടെ ആദ്യത്തെ തുമ്പ്. ഏതൊരാളുടെയും കഥ തുടങ്ങുന്നത് അവർ ജീവിക്കുന്ന മണ്ണിൽ നിന്നാണല്ലോ. അപ്പോൾ പിന്നെ പുരാതന കേരളത്തെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് എങ്ങോട്ടാ? കേരളത്തിന്റെ ഭൂപടത്തിലേക്ക് തന്നെ. ഇവിടെ ചരിത്രകാരന്മാർക്കിടയിൽ പണ്ട് വലിയൊരു സംശയമുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സംഭവം ശരിയാണ്. പശ്ചിമഘട്ടം ഒരു വലിയ മതിലുപോലെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറ, കേരളം ഒരു ഒറ്റപ്പെട്ട കോട്ടയായിരുന്നോ? അത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു തുറന്ന സ്ഥലമായിരുന്നോ? ആ സംശയത്തിനുള്ള ഉത്തരം ദേ ഇവിടെയുണ്ട്. പശ്ചിമഘട്ടം ഒരു മതിലായിരുന്നെങ്കിൽ അതിൽ ലോകത്തേക്ക് തുറക്കുന്ന വലിയ വാതിലുകളും ഉണ്ടായിരുന്നു. പാലക്കാടൻ ചുരം പോലുള്ളവ അന്നത്തെ സൂപ്പർ ഹൈവേകളായിരുന്നു. അതുപോലെ കൊടുങ്ങല്ലൂർ പോലുള്ള തുറമുഖങ്ങൾ ലോകം മുഴുവനുമുള്ള കപ്പലുകളെ ഇവിടേക്ക് സ്വാഗതം ചെയ്തു. അതായത് കേരളം ഒരിക്കലും ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്ലോബൽ മീറ്റിംഗ് പോയിന്റായിരുന്നു. അപ്പോ ഭൂപ്രകൃതി നമുക്ക് കുറച്ച് സൂചനകൾ തന്നു. പക്ഷെ അത് മാത്രം മതിയോ? പോരാ. ചിലപ്പോൾ സത്യം ഒളിഞ്ഞിരിക്കുന്നത് മണ്ണിനു മുകളിലല്ല, അടിയിലായിരിക്കും. അപ്പൊ പിന്നെ എന്തു ചെയ്യണം? നമുക്ക് കുറച്ചൊന്ന് കുഴിച്ചു നോക്കാം. അതെ, നമ്മുടെ അടുത്ത തുമ്പ് ആർക്കിയോളജി, അതായത് പുരാവസ്തു ഗവേഷണമാണ്. നമ്മൾ തുടങ്ങിയത് 2000 വർഷം മുമ്പത്തെ റോമൻ കച്ചവടത്തിൽ നിന്നാണല്ലേ? പക്ഷേ അതിനും എത്രയോ മുൻപാണ് ഇവിടുത്തെ കഥ തുടങ്ങുന്നത്. ഈ ടൈം ലൈൻ നോക്കൂ. 38,000 വർഷം മുൻപത്തെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ. അതായത് ഈ മണ്ണിന് പറയാനുള്ള കഥകൾക്ക് ഒരുപാട് പഴക്കമുണ്ട്. ഇരുമ്പ് യുഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയറാവും. ഈ കാണുന്ന മഹാശിലാസ്മാരകങ്ങൾ കണ്ടോ? ഇവയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇവ വെറും കല്ലറകൾ മാത്രമല്ല. അന്നത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങൾ, അവരുടെ ടെക്നോളജി, അവരുടെ ജീവിതം എല്ലാത്തിന്റെയും ഒരു അടയാളമാണ് ഈ വലിയ കല്ലുകൾ. അപ്പോ ഈ കല്ലറകൾക്കുള്ളിൽ എന്തായിരുന്നു? അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അതിനകത്തുനിന്ന് കിട്ടിയ ഓരോ സാധനവും, അതായത് മൺപാത്രങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, ഇവയൊക്കെ ശരിക്കും ഓരോ ടൈം ക്യാപ്സ്യൂളുകളാണ്. നമ്മളത് തുറക്കുമ്പോൾ ഒരു കാലഘട്ടം മുഴുവനായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞുവരും. ഇനി നമ്മുടെ ഈ അന്വേഷണത്തിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സൂപ്പർസ്റ്റാർ പട്ടണം. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ചൊരു സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ പട്ടണത്തുനിന്ന് കിട്ടിയ തെളിവുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ദേ, ഈ ലിസ്റ്റൊന്ന് നോക്കിക്കേ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ മൺപാത്രങ്ങളുണ്ട്. അതിന്റെ തൊട്ടടുത്ത് റോമിൽ നിന്ന് കൊണ്ടുവന്ന വീഞ്ഞുകുടങ്ങൾ, ഫിനീഷ്യയിൽ നിന്നുള്ള ഭരണികൾ, പശ്ചിമേഷ്യൻ പാത്രങ്ങൾ. ഇതൊരു മ്യൂസിയമല്ല, ഇത് 2000 വർഷം മുൻപത്തെ ഒരു ഗ്ലോബൽ ഷോപ്പിംഗ് മാളാണ്. പട്ടണം ഒരു ലോക നഗരമായിരുന്നു എന്നതിന് വേറെ തെളിവ് വേണോ? അപ്പോ ഭൂപ്രകൃതി നമുക്ക് വഴികാട്ടി, മണ്ണിനടിയിലെ വസ്തുക്കൾ നമുക്ക് തെളിവുകൾ തന്നു. ഇനി എന്താ ബാക്കിയുള്ളത്? കാലത്തെ അതിജീവിച്ച വാക്കുകൾ. അതെ, കല്ലിലും ചെമ്പിലുമൊക്കെയായി എഴുതിവെച്ച കാര്യങ്ങൾ. അതാണ് നമ്മുടെ മൂന്നാമത്തെ തുമ്പ്. ഒരു തെളിവിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണ്. പണ്ടൊക്കെ ചരിത്രകാരന്മാർ ഒരു ശിലാലിഖിതം കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്താ? ആരായിരുന്നു രാജാവ്? ഏതു വർഷമായിരുന്നു ഭരണം? ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാറി. അതേ ലിഖിതങ്ങൾ നോക്കി നമ്മളിപ്പോൾ ചോദിക്കുന്നത് സാധാരണക്കാർ എങ്ങനെ ജീവിച്ചു, കച്ചവടക്കാർക്ക് എന്ത് അവകാശങ്ങളാണുണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം മാറുമ്പോൾ അതേ തെളിവിൽ നിന്ന് പുതിയ ഉത്തരങ്ങൾ കിട്ടും. രസകരമല്ലേ? ഒരു നല്ല ഡിറ്റക്റ്റീവ് ഒരൊറ്റ സാക്ഷിയുടെ മൊഴി മാത്രം കേട്ട് കേസ് തീരുമാനിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ചരിത്രകാരന്മാരും. അവർ പലയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ദേ നോക്കൂ, കേരളത്തെക്കുറിച്ചൊരു ഗ്രീക്ക് സഞ്ചാരി എഴുതിയത്, ചേര രാജാക്കന്മാരെക്കുറിച്ചുള്ള തമിഴ് പാട്ടുകൾ, കച്ചവടക്കാർക്ക് കൊടുത്ത ചെപ്പേടുകൾ, എന്തിന് പിന്നെയും ഒരുപാട് കഴിഞ്ഞു വന്ന യൂറോപ്യൻ കമ്പനികളുടെ കണക്കുപുസ്തകങ്ങൾ വരെ. ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ പഴയ കാലത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 3 തരം തുമ്പുകൾ കണ്ടുകഴിഞ്ഞു അല്ലേ? 1 ഭൂപ്രകൃതി, 2 മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ, 3 പഴയ എഴുത്തുകൾ.
ഇതിലേതെങ്കിലും ഒന്ന് മാത്രം വെച്ച് നമുക്ക് കഥ പൂർത്തിയാക്കാൻ പറ്റില്ല. യഥാർത്ഥ മാജിക് അല്ലെങ്കിൽ ഒരു ചരിത്രകാരന്റെ ഏറ്റവും വലിയ കഴിവ് ഇവയെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നതിലാണ്. ഇതിനെ നമുക്ക് ഒരു ചരിത്രകാരന്റെ ടൂൾ കിറ്റ് എന്ന് വിളിക്കാം. ആദ്യം ഭൂമിയെ പഠിക്കുന്നു, അത് നമുക്കൊരു ബേസിക് ഫ്രെയിം തരും. പിന്നെ പുരാവസ്തുക്കൾ കുഴിച്ചെടുക്കുന്നു, അത് ആ ഫ്രെയിമിന് ജീവൻ വെപ്പിക്കും. അതിനുശേഷം എഴുത്തുകൾ വായിക്കുന്നു, അത് ആ കഥയ്ക്ക് ഒരു ശബ്ദം നൽകും. അവസാനം ഈ കിട്ടിയ തുമ്പുകളെല്ലാം ലോജിക്കലായി കോർത്തെടുത്ത് അവരാ നഷ്ടപ്പെട്ടുപോയ ലോകത്തിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചരിത്രമെന്ന് പറയുന്നത് എവിടെയോ റെഡിമെയ്ഡായിരിക്കുന്ന ഒന്നല്ല, അത് നമ്മൾ നിർമ്മിക്കുന്ന ഒന്നാണ്. പട്ടണത്തിൽ നിന്ന് കിട്ടിയൊരു റോമൻ മൺപാത്രവും പഴയൊരു തമിഴ് പാട്ടും പാലക്കാടൻ ചുരവും, ഇവ മൂന്നും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ്, ആ കണക്ഷനിലാണ് ചരിത്രമുണ്ടാകുന്നത്. അപ്പോ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാലോ? ഒരു 1000 വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ കാലത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്നൊരു ചരിത്രകാരൻ, അയാൾക്ക് എന്ത് തെളിവുകളായിരിക്കും കിട്ടുക? നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ഇതൊക്കെ വെച്ച് അവർ നമ്മളെക്കുറിച്ച് എന്ത് കഥയായിരിക്കും എഴുതുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എന്ത് കഥയാണ് അവർക്കായി ബാക്കി വയ്ക്കുന്നത്?